ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ചന്ദ്രയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചന്ദ്രയ്ക്ക് ഒരു നിമിഷം പോലും രേവതിയെ പറ്റി കുറ്റം പറഞ്ഞില്ല എന്നാണെങ്കിൽ സമാധാനം ഇല്ലാല്ലേ. രേവതി എന്ത് നല്ല കാര്യം ചെയ്തല്ലോ, അതിന് ചെറിയൊരു കുറ്റമെങ്കിലും നമ്മുടെ ചന്ദ്ര കണ്ടുപിടിക്കാതിരിക്കുകയില്ല. എന്നാൽ ചന്ദ്രയോടായിട്ട് രവിയും അതുപോലെ സച്ചിയും എല്ലാം തന്നെ പറയുന്നുണ്ടല്ലേ, അമ്മയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഒരു നാൾ രേവതിയോട് ചെയ്തതിനെല്ലാം തന്നെ നിനക്ക് തിരിച്ചടി കിട്ടുന്നതാണെന്നൊക്കെ രവി പറയുന്ന സമയത്ത് ചന്ദ്ര അതെല്ലാം പുച്ഛിച്ചാണ് തള്ളുന്നുണ്ട്. അപ്പൊ അതേ രീതിയിൽ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് ചെറിയൊരു പണി കിട്ടുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ രേവതിയുടെ പൂക്കട. അത് ശ്രുതിയും ചന്ദ്രയും കൂടി മനഃപൂർവ്വം കോർപ്പറേഷൻകാരെ വിളിച്ചു വരുത്തി ആ ഒരു കട അവിടെ നിന്ന് മാറ്റിയതാണല്ലോ. ഈ ഒരു സത്യം രണ്ടുപേരിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമാണ്. എന്നാൽ അറിയാതെ തന്നെ ഈ ഒരു സത്യം ചന്ദ്രയുടെ വായിൽ നിന്ന് ഭാമ അറിയുന്നുണ്ട്. അതിനുശേഷം ഭാമയോടായിട്ട് പറയുകയാണ്, നീ ആരോടും തന്നെ പറയരുത് എന്നൊക്കെ പറയുന്ന സമയത്ത്, ഇത്രയും നാൾ നിന്റെ കൊള്ളരുതായിക്ക് എല്ലാം തന്നെ കൂട്ടുന്നല്ലേ ഞാൻ, ഈ ഒരു സത്യം കൂടി ഞാൻ മറച്ചു വെച്ചോളാം എന്നൊക്കെ ചന്ദ്രനായിട്ട് ഭാമ വാക്കൊക്കെ പറയുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇതുവരെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രേവതിയുടെ കയ്യിൽ നിന്ന് പൂക്കൾ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ രേവതിയെക്കുറിച്ച് അന്വേഷിക്കുക, രേവതിയുടെ ഫോൺ നമ്പറൊക്കെ തിരക്കുന്ന സമയത്ത് ചന്ദ്ര വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു ചേച്ചിയോടായിട്ട് പെരുമാറുന്നത്. എന്നാൽ ഇതിനെല്ലാം തന്നെ തക്ക മറുപടി മാത്രമല്ല, നമ്മുടെ ചന്ദ്രയെ പൂക്കാരി എന്ന് വിളിച്ചിട്ട് കൂടിയാണ് ആ ചേച്ചി അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം രേവതി പുറത്തു പോയിട്ട് വരുന്ന സമയത്ത് ഇതേ ചൊല്ലി ചന്ദ്ര രേവതിയോട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സമയം തന്നെ ചന്ദ്ര പറയുകയാണ്, ഞാൻ ഈ വീട്ടിലുണ്ടായിട്ടല്ലേ നീ ഒരു പണിയും തീർക്കാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ ആൻറ്റി തന്നെയായിട്ട് ഒരു നൃത്തവിദ്യാലയം തുടങ്ങുക എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിയുടെ ആ ഒരു ഐഡിയ നല്ലതാണ് ചന്ദ്രയ്ക്കും തോന്നുകയാണ്. അങ്ങനെ ചന്ദ്ര ഒരു നൃത്തവിദ്യാലയം തുടങ്ങാട്ടെ. ആ ഒരു സമയത്ത് ചന്ദ്ര വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രയുടെ സ്വഭാവം അറിയാലോ, പണത്തിന് മുൻതൂക്കം നൽകുന്ന ചന്ദ്ര അതേ രീതിയിൽ തന്നെയാണ് അവിടെ ഫീസും വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റുഡൻസോ മാത്രമല്ല ചന്ദ്രയെക്കുറിച്ച് ആർക്കും തന്നെ അറിയാത്തത് കൊണ്ട് തന്നെ അവിടെ ആളുകൾ ആരും തന്നെ വരുന്നില്ല. ഇതേക്കുറിച്ച് ഓർത്ത് ചന്ദ്ര വിഷമത്തിലാവുകയും ചെയ്തിട്ട് അന്നേ ദിവസം രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയുടെ മുഖഭാവം കാണുന്ന നേരത്ത് രവി കാര്യം എന്താണ് തിരക്കുന്നുണ്ട്. നൃത്തവിദ്യാലയം തുടങ്ങിയിട്ട് ആരും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല എന്നൊക്കെ ചന്ദ്ര സങ്കടത്തോട് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് രേവതിക്ക് സങ്കടം ആവണം കേട്ടോ. സച്ചി രേവതിയും പിറ്റേന്ന് രാവിലെ തന്നെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ രേവതിയെ സച്ചിയും ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ചന്ദ്ര പഠിപ്പിക്കുകയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഭാമ പറയുന്നുണ്ട്, ആദ്യമായിട്ട് വരുന്ന സ്റ്റുഡൻസ് ആണ് ഇവരങ്ങനെ പറഞ്ഞു വിടാൻ പാടില്ല, അത് ചിലപ്പോൾ നിന്റെ ഈ ഒരു നൃത്തവിദ്യാലയത്തിന് ദോഷമായി മാറുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാമ സംസാരിക്കുന്ന നേരത്ത് അമ്മ എന്താ ഞങ്ങളെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഡാൻസിനുള്ള കഴിവുണ്ടോ എന്ന് അമ്മ ആദ്യം നോക്കി എന്ന് നമ്മളെ രേവതി പറയാറുണ്ട്. അങ്ങനെ രേവതി ചന്ദ്രയ്ക്ക് മുന്നിൽ ഡാൻസ് കളിച്ച് കാണിക്കുന്നുണ്ട്. എന്നാൽ അതിലും ചന്ദ്ര കുറ്റം കണ്ടുപിടിക്കുകയാണ്. ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, അമ്മ എൻ്റെ കൂടെ നൃത്തം വെക്കുക, അമ്മ കളിക്കുന്ന പോലെ ഞാൻ കളിക്കുകയാണെങ്കിൽ മാത്രം അമ്മ എന്നെ നൃത്തം പഠിപ്പിച്ചാൽ മതി എന്ന് രേവതി പറയുന്ന സമയത്ത് ഭാമ പറയുന്നത്, എന്തായാലും നല്ല കാര്യമാണ്, നീ എന്തായാലും ഇവളുടെ കൂടെ കളിച്ചു നോക്കുക, എന്നിട്ട് രേവതിന് ഡാൻസ് കളിക്കുന്ന ഇഷ്ടമാണെങ്കിൽ മാത്രം രേവതിനെ ഡാൻസ് പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ ഭാമ പറയുമ്പോഴത്തേക്ക് ചന്ദ്ര രേവതിയോടുള്ള വാശിപ്പുറത്തിന് രേവതിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ കൂടുന്നുണ്ട്. രണ്ടുപേരും വളരെ പരമായി തന്നെ എൻജോയ്ഡ് മത്സരിച്ച് തന്നെ നൃത്തം വെക്കുന്നുണ്ട്. മാത്രമല്ല രേവതി കളിക്കുന്ന കാണുമ്പോൾ ഒരു നിമിഷമാണെങ്കിലും നമ്മുടെ ചന്ദ്ര ഒന്ന് പതറുന്നുണ്ട്. കാരണം അത്ര മനോഹരമായിട്ടാണ് രേവതിയോട് നൃത്തം ചെയ്യുന്നത്. അങ്ങനെ കളിച്ച് വാശിയോട് കളിക്കുന്ന അവസാനം നമ്മുടെ ചന്ദ്രയുടെ പെടലി ഒന്ന് ഇടറുന്നുണ്ട്. പെടലി മാത്രമല്ല കേട്ടോ, സ്റ്റെപ്പ് കളിച്ച് കൈ പൊക്കുന്ന സമയത്ത് കൈയും വല്ലാതാകുന്നുണ്ട്. അതേ ഒരു നിലയിൽ തന്നെ ചന്ദ്ര നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു നേരത്തെ ചന്ദ്ര തനിക്ക് വേദന സഹിക്കാൻ വയ്യാതെ കരയുമ്പോൾ തന്നെ ഭാമ പറയുന്നുണ്ട്, ചന്ദ്ര നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട, എനിക്കറിയാവുന്നൊരു വൈദ്യമുണ്ട്, അവരെയും കൂട്ടി ഞാൻ വീട്ടിലേക്ക് വരാം, സച്ചി ചന്ദ്രയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ രേവതിയുടെയും കൂടെ ചന്ദ്രയെ വീട്ടിലേക്ക് പറഞ്ഞയക്കാണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്ര സ്വർഗം തന്നെ കാണുന്നുണ്ട്. കാരണം അത്രയധികം വേദനയോട് കൂടി തന്നെയാണ് ചന്ദ്ര നിലവിളിക്കുന്നത്. അപ്പൊ ചെറുതായിട്ടാണെങ്കിൽ നമ്മുടെ ചന്ദ്രയ്ക്ക് രേവതിയെ ഉപദ്രവിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ചെറിയൊരു ശിക്ഷ ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗം വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.